നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ഭവന നിർമ്മാണ മേഖല എന്നത് ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലാണ്. യുഎസിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സാധാരണക്കാരുടെ സ്വന്തം വീടെന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഈ രംഗം ഇപ്പോൾ കടുത്ത അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുഎസിലെ ഭവന നിർമ്മാണ മേഖല ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഭവന നിർമ്മാണ ബില്ലിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നിയമ തർക്കങ്ങളും അനിശ്ചിതത്വങ്ങളും കോൺട്രാക്ടിംഗ് മേഖലയെയും അതുവഴി ജനങ്ങളുടെ തൊഴിലിനെയും വൻതോതിൽ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നിർമ്മാണ മേഖലയിൽ സംഭവിക്കുന്നത്? പുതിയ ഹൗസിംഗ് ബില്ലിലെ അനിശ്ചിതത്വം എങ്ങനെയാണ് തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയ ഹൗസിംഗ് ബിൽ പാസ്സാക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസവും അതിലെ നയപരമായ ബുദ്ധിമുട്ടുകളും കോൺട്രാക്ടർമാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ടെക്സസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വലിയ നിർമ്മാണ കമ്പനികളും സ്വതന്ത്ര കോൺട്രാക്ടർമാരും ഒരുപോലെ ആശങ്ക രേഖപ്പെടുത്തുന്നു. പുതിയ ബില്ലിൽ നിർമ്മാണ ചെലവുകൾ, നികുതി ഇളവുകൾ, സബ്സിഡികൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ ഒരു തീരുമാനം വരാത്തതിനാൽ പല വൻകിട പ്രോജക്റ്റുകളും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. കോൺട്രാക്ടർമാർ വ്യക്തമാക്കുന്നതനുസരിച്ച് നിർമ്മാണ മേഖല എപ്പോഴും മുന്നോട്ടു പോകുന്നത് കൃത്യമായ പ്ലാനിങ്ങുകളോടെയും ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിലുമാണ്. എന്നാൽ നിയമപരമായ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യതകൾ പ്രവചിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇത് പുതിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് കോൺട്രാക്ടർമാരെ പിന്തിരിപ്പിക്കുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ പോലും പലയിടത്തും മന്ദഗതിയിലാണ്. കാരണം വരും മാസങ്ങളിൽ ഈ മേഖലകളിൽ സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്ന ഭയം വിപണിയിലുണ്ട്. സാധാരണക്കാരായ തൊഴിലാളികളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിർമ്മാണ മേഖലകളിൽ പ്രൊജക്ടുകൾ കുറയുമ്പോൾ സ്വാഭാവികമായും തൊഴിലവസരങ്ങൾ ഇല്ലാതെയാകുന്നു. പല കമ്പനികളും പുതിയ ആളുകളെ ജോലിക്കെടുക്കുന്നത് പൂർണ്ണമായും നിർത്തിവെച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, നിലവിലുള്ള ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ, മേഷൻ തുടങ്ങിയ ഒട്ടനവധി ഉപജീവന മേഖലകളെയാണ് ഇത് നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. കോൺട്രാക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ അനിശ്ചിതത്വം ഇനിയും നീണ്ടുപോയാൽ വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയിലേക്ക് വിപണി നീങ്ങുമെന്നാണ്. നിക്ഷേപകരും ഈ സാഹചര്യത്തിൽ പിൻവാങ്ങുകയാണ് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹൗസിംഗ് ബില്ലിലെ വ്യക്തതക്കുറവ് കാരണം ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും നിർമ്മാണ പ്രൊജക്ടുകൾക്ക് വായ്പ അനുവദിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പണം കൃത്യസമയത്ത് ലഭിക്കാതെ വരുമ്പോൾ പ്രൊജക്ടുകൾ തടസ്സപ്പെടുന്നു. കോൺട്രാക്ടർമാർക്ക് തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാതെ വരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെ ഇത് ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഇത് യുഎസിലെ സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ വിദേശികളെ ബാധിക്കുമോ എന്ന സംശയം പലർക്കുമുണ്ട്. ബാധിക്കുമെന്ന് തന്നെയാണ് നിർമ്മാണ മേഖലയിലുള്ളവർ പറയുന്നത്. നിർമ്മാണ മേഖല എന്നത് വൻകിട കമ്പനികൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടം കൂടിയാണ്. പ്രൊജക്ടുകൾ തടസ്സപ്പെടുമ്പോൾ പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ, പെയിന്റർമാർ, മേശിരിമാർ, ട്രക്ക് ഡ്രൈവർമാർ തുടങ്ങിയ സാധാരണക്കാരായ ദിവസേന വേതനക്കാരുടെ ജോലികൾ ഇല്ലാതെയാകുന്നു എന്ന് അവർ പറഞ്ഞു. പുതിയ ഹൗസിംഗ് ബില്ലിലെ പ്രതിസന്ധി കാരണം പുതിയ വീടുകളുടെ നിർമ്മാണം കുറയുമ്പോൾ വിപണിയിൽ വീടുകളുടെ ലഭ്യത വീണ്ടും കുറയും. ഡിമാൻഡ് കൂടുകയും വിതരണം കുറയുകയും ചെയ്യുമ്പോൾ വീടുകളുടെ വിലയും സാധാരണക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളുടെ വാടകയും കുത്തനെ ഉയർത്തിയേക്കാം. ഇത് സാധാരണക്കാരുടെ ബജറ്റിനെ താളം തെറ്റിക്കുമെന്നും അവർ പറഞ്ഞു. ബില്ലിലെ അനിശ്ചിതത്വം കാരണം ബാങ്കുകൾ ലോൺ നൽകുന്നതിൽ നിയന്ത്രണം വരുത്തുകയോ പലിശ നിരക്കുകളിൽ വ്യത്യാസം വരുത്തുകയോ ചെയ്തേക്കാം. കൂടാതെ നിർമ്മാണ ചെലവ് കൂടുന്നത് കൊണ്ട് വീടുകളുടെ വില സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്നതിലും കൂടുതലായിരിക്കുമെന്നും നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പറയുന്നു. നിർമ്മാണ സഭകളിൽ ഉണ്ടാകുന്ന ചെറിയൊരു കാലതാമസം അല്ലെങ്കിൽ അനിശ്ചിതത്വം സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.